ഒരിക്കൽ അമേരിക്കയിൽ ബിൽ ഗേറ്റ്സ് എന്ന പേരുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. മറ്റു കുട്ടികളെ പോലെ കളിക്കാനും പഠിക്കാനും അവനും വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അവനൊരു പ്രത്യേക ഇഷ്ടം കൂടി ഉണ്ടായിരുന്നു: കമ്പ്യൂട്ടറുകൾ. ബിൽ ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറുകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അന്ന് കമ്പ്യൂട്ടറുകൾ ഇന്ന് കാണുന്നത് പോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല. അതൊരു പുതിയ അത്ഭുതമായിരുന്നു. ബിൽ അതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ ശ്രമിച്ചു. അവൻ്റെ സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ബിൽ അതിൽ ചേർന്നു. അവിടെ അവൻ മറ്റ് കുട്ടികളുമായി ചേർന്ന് കമ്പ്യൂട്ടറുകളിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു. അവർ കമ്പ്യൂട്ടർ ഗെയിമുകൾ ഉണ്ടാക്കുകയും ചെറിയ പ്രോഗ്രാമുകൾ എഴുതുകയും ചെയ്തു. ബിൽ വളരെ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. അവന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കമ്പ്യൂട്ടറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവൻ വേഗത്തിൽ പഠിച്ചെടുത്തു. അവനൊരു നല്ല സുഹൃത്തും ഉണ്ടായിരുന്നു: പോൾ അലൻ. അവരിരുവരും ചേർന്ന് ആണ് പിന്നീട് വലിയൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. അവർ ഒരുമിച്ച് ഒരു വലിയ സ്വപ്നം കണ്ടു. എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം. അന്ന് കമ്പ്യൂട്ടറുകൾ സാധാരണക്കാർക്ക് അത്ര പരിചിതമായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവർ മൈക്രോസോഫ്റ്റ് എന്നൊരു കമ്പനി തുടങ്ങി. ഈ കമ്പനി ഉണ്ടാക്കിയത് കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാനായിരുന്നു. സോഫ്റ്റ്വെയർ എന്നാൽ കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരുതരം തലച്ചോറ് പോലെയാണ്. അവരുടെ കമ്പനി ആദ്യമായി ഉണ്ടാക്കിയ പ്രധാന സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ്. നിങ്ങളിന്ന് പല കമ്പ്യൂട്ടറുകളിലും കാണുന്ന ചിത്രങ്ങളും ബട്ടണുകളുമുള്ള ഒരു രീതിയാണ് ഇത്. വിൻഡോസ് വന്നതോടെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമായി. പതുക്കെ പതുക്കെ മൈക്രോസോഫ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറുകൾ കമ്പനികളിൽ ഒന്നായി മാറി. ബിൽ ഗേറ്റ്സ് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാളായി. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ബിൽ ഗേറ്റ്സ് പണം സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചില്ല. ലോകത്ത് ഒരുപാട് പാവപ്പെട്ടവരും രോഗികളും ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവരെ സഹായിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹവും ഭാര്യ മെലിൻഡ ഗേറ്റ്സും ചേർന്ന് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നൊരു വലിയ സംഘടന തുടങ്ങി. ഈ സംഘടന പാവപ്പെട്ടവർക്കും രോഗികൾക്കും വിദ്യാഭ്യാസം നൽകാനും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കാണാനും ഒരുപാട് പണം നൽകി സഹായിക്കുന്നു. ഈ ഫൗണ്ടേഷൻ ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും മാരകമായ രോഗങ്ങൾക്കെതിരെ വാക്സിനുകൾ കണ്ടുപിടിക്കാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ബിൽ ഗേറ്റ്സ് ഇന്ന് കമ്പ്യൂട്ടർ ലോകത്ത് മാത്രമല്ല, ലോകത്തെ സഹായിക്കുന്ന കാര്യങ്ങളിലും ഒരു വലിയ മാതൃകയാണ്. അദ്ദേഹം കാണിച്ചു തന്നത് നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ അറിവും സമ്പാദ്യവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ്. അദ്ദേഹം ഇപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സ്വപ്നം കാണാനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും നമ്മൾ തയ്യാറാകണം എന്നാണ്. ചെറുപ്പത്തിൽ കമ്പ്യൂട്ടറുകളെ സ്നേഹിച്ച ആ കുട്ടി ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഥ ഒരു അത്ഭുതകരമായ യാത്രയാണ്. ബിൽ ഗേറ്റ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നമ്മെ വലിയ കാര്യങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തെ പോലും മാറ്റാൻ കഴിയും. അദ്ദേഹം പണം സമ്പാദിക്കുക എന്നതിലുപരി ആ പണം ഉപയോഗിച്ച് ലോകത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കഴിയുമോ എന്ന് എപ്പോഴും ചിന്തിക്കുന്നു. അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ബിൽ ഗേറ്റ്സിനെ പോലെ സ്വപ്നം കാണുക, കഠിനാധ്വാനം ചെയ്യുക. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു നല്ല മനസ്സ് കാണിക്കുക. നിങ്ങളുടെ ചെറിയ പ്രവർത്തികൾ പോലും ഒരുപാട് പേർക്ക് പ്രകാശമായേക്കാം. ഓർക്കുക, വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ ശ്രമിക്കുക.
അതാണ് ഏറ്റവും വലിയ വിജയം. ബിൽ ഗേറ്റ്സിൻ്റെ ഈ പ്രചോദനാത്മകമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അദ്ദേഹത്തെ പോലെ നിങ്ങളും ലോകത്തിന് ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കഥകൾ ഇനിയും കേൾക്കാൻ തോബിൻ ഷെഡാൻ ടീം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.